തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പ്രത്യേകമാംവിധം പങ്കാളികളാകുവാൻ നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യ സമൂഹമാണ് സഭ. താൻ കുരിശുമരണത്തിലൂടെ നേടിയെടുത്ത രക്ഷ സകല ജനങ്ങൾക്കും പകർന്നു നൽകുന്നതിനായും തൻ്റെ ദിവ്യസ്നേഹം ഏവർക്കും പങ്കുവയ്ക്കുന്നതിനായും ഭൂമിയിൽ സ്വർഗം പണിയുന്നതിനായും അവിടുന്ന് തൻ്റെ ശിഷ്യഗണത്തെ സവിശേഷമാംവിധം പരിശീലിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. എല്ലാ സഭാമക്കളുടെയും ചുമതല തന്നെയായ ഈ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തൻ്റെ പ്രത്യേകമായ പ്രതിനിധികളെ അവിടുന്ന് സഭയ്ക്ക് സമ്മാനിച്ചു. പൗരോഹിത്യത്തിലൂടെയും സമർപ്പിത ശുശ്രൂഷകരിലൂടെയും ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി അവർ സഭാമക്കൾക്കും ലോകത്തിനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യാവബോധവും സംരക്ഷണയും സ്നേഹവും പകർന്നു നൽകുന്നു. ഇത്തരത്തിൽ ദൈവവിളികളിലൂടെ ദൈവം നമുക്ക് സമ്മാനിക്കുന്ന പ്രിയ പ്രേക്ഷിതർ നമ്മെ അവിടുത്തോട് എന്നും ചേർത്തു നിർത്തുന്നു. പ്രത്യേകമായ രീതിയിൽ തൻ്റെ ശക്തനായൊരു പ്രേക്ഷിതനായി ദൈവം വളർത്തിയെടുത്ത ഒരു മാതൃകാ പുരോഹിതൻ. പ്രവർത്തനങ്ങൾ കൊണ്ടും നിയോഗങ്ങൾ കൊണ്ടും മാത്രമല്ല, സവിശേഷമായ വ്യക്തിത്വം കൊണ്ടുപോലും ദൈവവിളി പ്രോത്സാഹനത്തിനായി മാറ്റിവയ്ക്കപ്പെട്ട ഒരു ജീവിതം. വചനപ്രഘോഷകൻ, അധ്യാപകൻ, ഇടവക വൈദികൻ, സെമിനാരി റക്ടർ തുടങ്ങി ഏറെ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം പ്രശോഭിച്ച ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റേത്. ഇന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ സ്ഥാനമലങ്കരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് അനന്തമായ ദൈവകൃപയുടെ സമ്പന്നതയാണ്. കോതമംഗലം ഓലിയപ്പുറം വീട്ടിൽ പീറ്റർ റോസി ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി 1945 ജനുവരി 10 ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ ജനിച്ചത്. ഒരുപക്ഷെ ഏറെ വ്യത്യസ്തമായൊരു രീതിയിലാണ് ദൈവം അദ്ദേഹത്തെ ജനനം മുതൽ തന്നെ പരിപാലിച്ചിരുന്നത് എന്ന് അദ്ദേഹം ഇന്ന് തിരിച്ചറിയുന്നു. ഏറെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളാണ് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പരിഗണനയും പൂർണ്ണ സംരക്ഷണവും അദ്ദേഹം ആവോളം നുകർന്നുകൊണ്ടിരുന്നു. ഒരു വ്യക്തിയുടെ കുടുംബ സാഹചര്യങ്ങൾ അയാളുടെ വ്യക്തിത്വത്തിൽ ചെലുത്തുന്ന സ്വാധീനം ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛനിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഏറെ സ്നേഹം സ്വീകരിച്ചും നൽകിയും സുരക്ഷിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന അദ്ദേഹം സവിശേഷമായ രീതിയിൽ തന്നെ ഒരു മികച്ച മനുഷ്യസ്നേഹിയും സ്നേഹധനനുമായി ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറിയതിൽ തെല്ലും അതിശയമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സന്തോഷകരമായ ലോകത്തെക്കുറിച്ചുള്ള ചിത്രമാണ് എനിക്ക് ജനിച്ച വേളയിൽ തന്നെ ലഭിക്കുന്നത്. ഈ മൂന്നാമത്തെ കുട്ടിയുടെ പ്രത്യേകത പിന്നീട് എനിക്ക് അപ്പോൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആദ്യത്തെ കുട്ടിയുടെ ജനനം അമ്മയ്ക്ക് കുറേ ഉത്കണ്ഠകൾ സൃഷ്ടിക്കും. രണ്ടാമത് കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ കുറേ കൂടെ റിലാക്സ്ഡാണ്, സ്വച്ഛമായിരിക്കും. മൂന്നാമത്തെ കുട്ടി ജനിക്കുമ്പോഴോ അമ്മയ്ക്കൊരു പ്രശ്നമേ അല്ല, ജനനം ഒരു പ്രശ്നമേ അല്ല. ആ ജനനം അമ്മയുടെ സ്വന്തം വീട്ടിലാകുമ്പോഴോ അമ്മയുടെ അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ള സൗഹൃദം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലേക്കാണ്, സുരക്ഷിതം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിലേക്കാണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞും ഒരുപോലെ സുരക്ഷിത ബോധവും സന്തോഷവും അനുഭവിക്കുന്ന വേള, വീട്ടിലെ ഉത്സവ അന്തരീക്ഷം. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ദർശനത്തിൻ്റെ തന്നെ എൻ്റെ ജനനവേള ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവണം. എനിക്ക് എപ്പോഴും സന്തോഷ പ്രകൃതിയാണ്. ലോകം നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ലോകം എന്നെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹിക്കപ്പെട്ട ഒരു മകനായിട്ട് പിറന്നു വീഴുന്ന അനുഭവം,
ആ സ്നേഹിക്കപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ അറിയാതെ തന്നെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുക. അങ്ങനൊരു ഭാഗ്യം കുട്ടികൾക്ക് കിട്ടിയാൽ എന്നേക്കാൾ ഒരൊത്തിരിയേറെ നന്നാവും എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ കഴിവൊന്നുമല്ല, ദാനമായി ലഭിച്ചതാണ് ഈ ജനനവേളയിലെ സ്വച്ഛസുന്ദരമായിട്ടുള്ള വിശ്വാസം നിറഞ്ഞ ഉത്സവാന്തരീക്ഷം. ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്നാമനായിട്ട് വരുമ്പോൾ നമുക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങളെല്ലാം മൂത്ത മകനാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ മൂത്തൊരു പെങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ മൂന്നാമൻ വളരെ സുരക്ഷിതനാണ്. പ്രശ്നങ്ങളൊന്നും അവനെ ബാധിക്കില്ല. പിന്നീട് 6 കുട്ടികൾ കൂടെ ജനിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആശ്രയിക്കാനും കളിക്കാനും പങ്കുവയ്ക്കാനും മൂത്ത 2 കുട്ടികൾ, അതിൻ്റെ താഴെ 6 പേരും കൂടെ ഉണ്ടാകുമ്പോൾ വളരെ നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇവിടെ വീട്ടിലുണ്ടാവുക. ഒരു മാതൃകാപരമായ കുടുംബാന്തരീക്ഷമായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റേത്. സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസകാര്യങ്ങളിലും ശക്തമായൊരു മാതൃക ആ കുടുംബത്തിൽ നമുക്ക് ദർശിക്കാനാവും. മിക്കവാറും ദിവസങ്ങളിൽ പള്ളിയിൽ പോകുവാനും അനുദിന കുടുംബ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം ജീവിതത്തിൽ നൽകുവാനുമുള്ള പരിശീലനം തുടങ്ങി ഉറപ്പുള്ള ഒരു ആത്മീയതയിൽ ആ കുടുംബം അച്ഛനെ വളർത്തി. ഇന്ന് നമുക്കിടയിലും കുഞ്ഞുങ്ങളുടെ ജീവിതാരംഭത്തിൽ അവർക്ക് നാം പകർന്നു നൽകുന്ന വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ വഹിക്കുന്ന വലിയ സ്ഥാനത്തെ ഈ ജീവിതം വെളിപ്പെടുത്തുന്നു. വീടിൻ്റെ അന്തരീക്ഷം പറഞ്ഞാൽ കാർഷിക അന്തരീക്ഷമാണ്. എങ്കിലും അപ്പൻ ഒരു കോൺട്രാക്ടർ കൂടിയായിരുന്നു. അതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്വഭാവമായിരുന്നു. പ്രാർത്ഥന കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ. ഞങ്ങളിത്തി വലുതായി കഴിഞ്ഞപ്പോൾ രാവിലെ മണിയടിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു വേള ഞാൻ വീട്ടിൽ തൂമ്പ കൊണ്ടാണ് മണിയടിച്ചത്. തൂമ്പ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അടിച്ചപ്പോൾ തൂമ്പ താഴെ പോയി. ചെറുതായിട്ടൊരു മുറിവ് നെറ്റിയിലുണ്ടായി. ഇപ്പോൾ രാവിലെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നീട് സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകും. അമ്മയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകും. 2 കിലോമീറ്റർ പോകണം കത്തീഡ്രലെത്തിന്. ഈ അടുത്തുള്ള ഗോവേന്ദി അന്നില്ല. കത്തീഡ്രൽ പള്ളിയിൽ പോകണം. ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 2ാമത്തെ കുർബാനയ്ക്ക് സൊഡാലിറ്റിയിലൊക്കെ പങ്കുചേരാനായിട്ട് പോകും. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു കുടുംബത്തിൽ ആദ്യന്തം. വൈകിട്ടുള്ള പ്രാർത്ഥന അത് നിർബന്ധപൂർവ്വം ഞങ്ങളെല്ലാവരും പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ ക്രിസ്മസിനൊക്കെ മുമ്പാണെങ്കിൽ ഒരുക്കമായിട്ട് 25 ദിവസത്തേക്ക് അന്ന് സുഹൃദേവം, ആശയടക്കം, ഉപവി എന്നൊക്കെ പറഞ്ഞ് കണക്കെഴുതും. സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കണക്കെഴുത്തുണ്ട്. ഇത്ര സുഹൃദേവം ചൊല്ലി, ഇത്ര ആശയടക്കം നടത്തി, ഇത്ര ഉപവി പ്രവൃത്തികൾ ചെയ്തു. അതൊക്കെ എണ്ണം കൂട്ടുന്നതിനൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ മത്സരിച്ചുകൊണ്ടിരുന്നു, മറ്റുള്ളവർ മുൻപിൽ കയറാൻ വേണ്ടി. അങ്ങനെയല്ല, സുഹൃതം ചെയ്യാനും ആശയടക്കാനും ഒക്കെ കുടുംബത്തിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിന്നു. ഇന്ന് ഏറ്റവും ആകർഷണീയമായൊരു വ്യക്തിത്വത്തിൻ്റെയും മാതൃകാപരമായൊരു ജീവിത സാക്ഷ്യത്തിൻ്റെയും ഉടമ കൂടിയായ ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ്റെ ബാല്യകാലങ്ങളിൽ ഇടവക നൽകിയ സംഭാവനകളും വലുതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ മികച്ച പരിശീലനവും പള്ളിയോടും തിരുക്കർമ്മങ്ങളോടും ചേർന്നു നിൽക്കുവാനുള്ള അവസരങ്ങളുമാണ് ഇടവകയിലെ സന്യാസിനികളും വികാരിയച്ഛന്മാരും അദ്ദേഹത്തിന് സമ്മാനിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിലും മാതൃകാപരമായ രീതിയിൽ വളർന്നു വരുവാനും അൾത്താര ബാലസഖ്യത്തിലും ഭക്തസംഘടനകളിലും മികച്ചു നിൽക്കുവാനും കഴിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം
ഇവിടെ കോതമംഗലം ടൗണിലുള്ള ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു. അതിനുശേഷം ആ വിദ്യാഭ്യാസമൊക്കെ ഞാൻ ഏറെ ഓർക്കുന്നില്ല. ആ സമയത്താണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ നടക്കുന്നത്. അത് കർമ്മലീത്ത സന്യാസിനിമാരാണ് എന്നെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് ഭക്തിപൂർവ്വം അവർ കാര്യങ്ങളൊക്കെ ഒരുക്കി. അതിനെക്കുറിച്ചൊരു യാതൊരു സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവർ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു. അങ്ങനെ വളരെ ശാന്തമായ ഒരു കുർബാന സ്വീകരണം. ഇന്നത്തെ ബാഹ്യമായ മോടി ആഘോഷങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലളിതമായ ആഘോഷവും അങ്ങനെ ഈശോയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ആദ്യ കുർബാന സ്വീകരണ ചടങ്ങായിരുന്നു അന്ന് ഉണ്ടായത്. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. പിന്നീട് ഞാൻ UP ആൻഡ് ഹൈസ്കൂള് നമ്മുടെ സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിലാണ്. ഇപ്പോൾ സ്പോർട്സിന് കേരളത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന ആ സ്കൂൾ. അന്ന് സ്പോർട്സിന് ഇത്രയും ഇല്ലെങ്കിലും ഗെയിംസിനൊക്കെ വലിയ പ്രാമുഖ്യം നൽകിയിരുന്നൊരു സ്കൂളാണ്. അവിടെ 6 വർഷം പഠിച്ചു. ഞാനൊരു എബവ് ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. വലിയ ബ്രില്യൻ്റ് ആയൊരു വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. സ്പോർട്സിലൊക്കെ എല്ലാത്തിലൊക്കെ പങ്കെടുക്കും. പക്ഷേ അതിൻ്റെ അകത്തൊന്നും വളരെ പ്രോമിനൻ്റ് ആയിരുന്നില്ല. എൻ്റെ ജ്യേഷ്ഠനും അനുജനും ഒക്കെ ഫുട്ബോൾ രംഗത്തൊക്കെ അധികായന്മാരായിരുന്നു. സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ആവറേജ് വിദ്യാർത്ഥിയായിട്ട് സ്കൂളിൽ പോയി. ഹൈസ്കൂളിലായിരിക്കുന്ന കാലത്ത് ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. പോയി കുർബാനയ്ക്ക് കൂടും, പള്ളിയിൽ പോയി കത്തീഡ്രൽ പള്ളിയിൽ പോയിട്ട് കുർബാനയ്ക്ക് കൂടും. 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ ഓൾട്ടർ ബോയ്സിൻ്റെ ക്യാപ്റ്റനായി. അന്ന് മിഷൻ ലീഗില്ല, അന്ന് സൊഡാലിറ്റിയാണ് കുട്ടികൾക്കുള്ള സംഘടന. ശനിയാഴ്ച ദിവസം മാതാവിൻ്റെ നൊവേനയും സൊഡാലിറ്റി പ്രാർത്ഥനയും ഇതെല്ലാം ചൊല്ലിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. സൊഡാലിറ്റിയുടെയും കത്തീഡ്രൽ പള്ളിയിലെ പ്രീഫെക്റ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഭക്തസംഘടനകളിലൂടെ എല്ലാം ഇടവക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലൊക്കെ വളരാനായിട്ട് തികച്ചും അനുകൂലമായിട്ടുള്ള സാഹചര്യം ദൈവം എനിക്ക് തന്നു. ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ്റെ ബാല്യകാലം മികച്ച പ്രാർത്ഥനാശീലങ്ങൾ കൊണ്ടും മറ്റു കുട്ടികൾക്ക് മാതൃകാപരമായ ശൈലികൾ കൊണ്ടും സമ്പന്നമായിരുന്നു. ഒരുപക്ഷേ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം സ്വാഭാവികമായും സെമിനാരിയിലേക്ക് എന്ന് സ്വയം തീരുമാനിക്കാവുന്ന സാഹചര്യങ്ങൾ ആയിരുന്നിട്ടു പോലും അദ്ദേഹം അത്തരത്തിൽ ആദ്യം ചിന്തിച്ചിരുന്നില്ല എന്നത് കൗതുകകരമാണ്. ഒരുപക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവനിശ്ചിതമായ സ്വാധീന ശക്തികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ദൈവം നമ്മെയും ഓർമ്മപ്പെടുത്തുകയാവാം. അതെ, സ്വാഭാവികമായും ഒരു ബാലന് വൈദിക വൃത്തിയിലേക്ക് താൽപ്പര്യം ജനിക്കേണ്ടത് അവൻ്റെ മുമ്പിൽ മാതൃകയായി മാറുന്ന വൈദികരിലൂടെയാവണം. അന്നത്തെ വികാരിയച്ഛൻ്റെ ഒരു ചോദ്യമാണ് ഓലിയപ്പുറമച്ചൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് 11ാം ക്ലാസ് പാസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇനി എന്താ എന്നുള്ള ചോദ്യം ചോദിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെ ചോദ്യം ഉണർന്നില്ല. കാരണം മൂത്തവരൊക്കെ 11ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവർ വളരെ സ്വാഭാവികമായിട്ട് അടുത്ത് കോളേജിലേക്ക് പോവുക എന്നുള്ള ചിന്തയാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഒരു വേള അന്ന് കത്തീഡ്രൽ പള്ളിയിൽ അസിസ്റ്റൻ്റായിരുന്ന ഇപ്പോൾ റിട്ടയർ ചെയ്ത പോൾ കോടാമണിൽ അച്ഛൻ അദ്ദേഹം വിളിച്ചു, ജോർജേ, അപ്പം എന്താ പരിപാടിയൊക്കെ? 11ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി പോകുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഈ ക്ഷണമാണ് അന്ന് ആ വർഷം സെമിനാരിയിൽ പോകാനായിട്ട് പശ്ചാത്തലമായി തീർന്നത്. അച്ഛൻ ചോദിച്ചല്ലോ. കാരണം എൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിന് നിരക്കാത്ത ഒന്നുമില്ല. അനുകൂലമായ ഘടകങ്ങൾ നിരവധിയായിരുന്നു താനും. ആ സമയത്ത് ആ തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ അച്ഛൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയുള്ളൊരു ചോദ്യമായിരിക്കാം നിമിത്തമായി തീർന്നത്. ഓലിയപ്പുറമച്ചൻ്റെ ജീവിതത്തിലും ദൈവവിളിയിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആയാസരാഹിത്യമുണ്ട്.
അനുകൂലമായൊരു കുടുംബാന്തരീക്ഷം മക്കൾക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യമാണ് അതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. വീടിൻ്റെ അടുത്തുതന്നെയുള്ള മൈനർ സെമിനാരിയിലെ ജീവിതവും അവിടെയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വലിയ പരിഗണനയും തുടർന്നും അദ്ദേഹത്തെ കാത്തിരുന്ന സ്ഥാനങ്ങളുമെല്ലാം വ്യത്യസ്തമായൊരു ദൈവവിളിയുടെ പ്രതിഫലനങ്ങളാണ്. പിന്നീടുള്ള പോക്കും വളരെ ആയാസരഹിതമായിരുന്നു. സെമിനറി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ സെയിൻറ്റ് ബിഷപ്സ് ഹൗസിന് തൊട്ടടുത്താണ്. ചെല്ലുമ്പോൾ പോത്തനാമഴി പിതാവാണ്, മാത്യു പോത്തനാമഴി പിതാവാണ് ആദ്യത്തെ ബിഷപ്പാണ്. അദ്ദേഹമാണ് എന്നെ കാണുന്നത്. മാത്യു പോത്തനാമഴി പിതാവിന് എൻ്റെ മാതാപിതാക്കളെയും ഈ കുടുംബത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. കാരണം 1957 പോത്തനാമഴി പിതാവ് കത്തീഡ്രലിലെ സ്ഥാനാരോഹണത്തിന് വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകൾക്കുള്ള വോളണ്ടിയേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്നു അന്തരിച്ച എൻ്റെ വത്സല പിതാവ്. അമ്മയുടെ ചിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വല്ല വോളണ്ടിയേഴ്സിൻ്റെ ബാഡ്ജൊക്കെ ധരിച്ച് മാതൃസംഘത്തിൻ്റെ അംഗമായിട്ട് അവരുടെയൊക്കെ ഫോട്ടോ അന്ന് അപ്പം അന്ന് ആദ്യമായിട്ടാണ് പാൻസൊക്കെ ഇട്ട് ഞാൻ കണ്ടേക്കുന്നത്. കാരണം വോളണ്ടിയർ ക്യാപ്റ്റനൊക്കെ ആകുമ്പോൾ അതിനൊരു സ്റ്റേറ്റസൊക്കെ വേണമല്ലോ. അങ്ങനെ പിതാവുമായിട്ടും വളരെ അടുത്തൊരു സ്നേഹബന്ധം അപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെമിനാരി ഇൻ്റർവ്യൂ എല്ലാം ഒരു ചടങ്ങെന്ന നിലയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. എന്നെ സ്വീകരിച്ചു, സെമിനാരിയിൽ പ്രവേശിച്ചു. അങ്ങനെ ഈ കുടുംബാന്തരീക്ഷം, സ്കൂളിൻ്റെ അന്തരീക്ഷം, സംഘടനകൾ, ഇതെല്ലാം തികഞ്ഞും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. സെമിനാരി പോയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം വീട്ടിലുള്ള പ്രാർത്ഥനയുടെ ഒരു തുടക്കമേ ഉള്ളൂ. സെമിനാരി ഒരു തുടർച്ച മാത്രമേ സെമിനാരിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സ്ട്രെയിഞ്ചായിട്ടൊന്നും സംഭവിക്കണില്ല. കുർബാനയ്ക്ക് കൂടെ എനിക്ക് നേരത്തെ അറിയാം, എല്ലാം കാണാണ്ടറിയാം. സുറിയാനിയാണെന്ന് കുർബാന. ഇങ്ങനെ കുറേ പ്രാവശ്യം ചൊല്ലി കഴിയുമ്പോഴത്തേക്കും സുറിയാനി പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാപ്പാടം പഠിച്ച രീതിയായി തോന്നും. അതുകൊണ്ട് വീട്ടിൽ നിന്നും സെമിനാരിയിലേക്കുള്ള ആ മാറ്റം ഒരു മാറ്റമേ ആയിരുന്നില്ല. വീട്ടിൽ ഡിസിപ്ലിനുണ്ട്, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വീട്ടിൽ സൈലൻസിന്, നിശബ്ദതയ്ക്കുള്ള അന്തരീക്ഷമുണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പം വീടും സെമിനാരിയുടെ ഒരു മുന്നോടിയായി മാറിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ആധ്യാത്മിക പരിശീലനവും ഡിസിപ്ലിനും ഒക്കെ പിന്നീട് സെമിനാരി സംഘർഷരഹിതമായിട്ട് സെമിനാരി ജീവിതം നയിക്കാനായിട്ട് എന്നെ സഹായിക്കുകയുണ്ടായി. എൻ്റെ മനസ്സിൽ ഇതുപോലെ കുടുംബാന്തരീക്ഷം അനുകൂലമാണോ എങ്കിൽ ആളുകൾക്ക് ദൈവവിളി സ്വീകരിക്കാനും ദൈവവിളിയിൽ നിലനിൽക്കാനും, അല്ലെങ്കിൽ പലർക്കും നിലനിൽക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലിരിക്കുന്നത് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളും ഒരുപക്ഷെ സംഘർഷങ്ങളും ആയിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ചയായിരിക്കാം, ഒറ്റ കുട്ടിയായിരിക്കാം. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഒരു പൗരോഹിത്യ സമർപ്പണത്തിന് അനുകൂലമല്ലാത്തത് സ്വന്തം ജീവിതത്തിലുണ്ടാകും. ദൈവം എന്നോട് വലിയ കരുണ കാണിച്ചു. ഇതെല്ലാം അനുകൂല ഘടകങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇവിടെ രൂപത ചാൻസലർ എന്ന നിലയിൽ, ഇടവക വികാരി എന്ന നിലയിൽ, മംഗലപ്പുഴ സെമിനാരി റക്ടർ എന്ന നിലയിൽ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ ശുശ്രൂഷ രംഗത്തൊക്കെ പ്രശോഭിക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ദൈവാശ്രയ ബോധം, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആ ഒരു പ്രത്യേകത, ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. ഏത് മനുഷ്യനെയും എത്ര നിസ്സാര വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കുവാനുള്ള വലിയ മനസ്സ് അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, സ്നേഹിക്കപ്പെട്ട അനുഭവം എനിക്കുണ്ടായെന്ന് ജനിച്ച വേളയിൽ തന്നെ. പിന്നീടാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഒരു ക്ഷതപ്പെട്ട അനുഭവം, ഒരു മുറിവേറ്റ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ മൂന്നാമനായതുകൊണ്ട് സംഘർഷങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എന്നെ കുറേ അകന്നു നിന്നിരുന്നു. എനിക്ക് വളരെ സൗകര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമായിരുന്നു. അതെല്ലാം അനുകൂല ഘടകങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ ചെന്നപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സെമിനാരിൽ പ്രവേശിച്ചു. അവിടെ ഞങ്ങളുടെ റെക്ടറായിരുന്നത് വർഗീസ് മൊതകുന്നേലച്ചൻ, തികഞ്ഞും മാന്യനായൊരു റെക്ടർ.
കുട്ടികളെ പീഡിപ്പിക്കുന്ന, അന്നത്തെ കാലത്ത് ഒരു പരീക്ഷണങ്ങളും പീഡിപ്പിക്കലൊക്കെ ഉള്ള കാലമാണ്. ഇവൻ്റെ സ്വഭാവം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പെരുമാറ്റം, മാന്യമായ ഇടപെടൽ, പിന്നെ കുട്ടികളെ നല്ല ഭക്ഷണം. പണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം. വൈസ് റെക്ടറാണെങ്കിൽ ഫാദർ ജോസഫ് കോയിക്കുടി, അദ്ദേഹം പിന്നീട് മടവാതൂർ സെമിനാരിയിലെ പ്രൊഫസറും റെക്ടറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റോമിൽ നിന്ന് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഇടപെടുന്ന, നല്ല യുവത്വം തുളുമ്പുന്ന, ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനൊക്കെ തയ്യാറായിട്ടുള്ളൊരു ഒരു സുഹൃത്തെ പോലെ ആയിരുന്നു. കഴിവുറ്റ, ദീർഘവീക്ഷണമുള്ള, ദൈവശാസ്ത്രത്തിൽ അവഗാഹമുള്ള ഒരു നല്ല കൂട്ടുകാരനെ പോലെയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് സെമിനറിയിലെ ജീവിതം എനിക്ക് വളരെ സന്തോഷകരമായ, ആയാസരഹിതമായ ഒരു സ്മൂത്തായിട്ടുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് 2ാം വർഷമായപ്പോഴേക്കും എന്നെ സെമിനാരിയിലെ പ്രീഫെക്റ്റായിട്ട് നിയമിച്ചു. ഞങ്ങളുടെ ബാച്ചിൽ വലിയ പാട്ടുകാരില്ലാത്തതുകൊണ്ടാവണം കൊയർ മാസ്റ്ററായിട്ട് കൂടെ എന്നെ നിയമിച്ചു. അങ്ങനെ സെമിനാരിയിലും വീണ്ടും നമ്മൾ ഒരു പ്രോമിനൻസിലേക്ക് വരിക. അതിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്നത് എനിക്ക് ലഭിച്ച കുടുംബാന്തരീക്ഷമാണ്. സഹപാഠികളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ട്രിച്ചി സെമിനാരിയിലേക്കാണ് അദ്ദേഹം തുടർന്ന് അയക്കപ്പെട്ടത്. ലത്തീൻ ശൈലി പിന്തുടർന്നിരുന്ന സെമിനാരി അങ്കണവും തമിഴ്നാടിൻ്റെ പ്രത്യേക പശ്ചാത്തലവുമെല്ലാം തന്നെ ഏറെ വളർത്തിയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പുറകോട്ട് നോക്കുമ്പോൾ ദൈവം നടത്തിയ ഓരോ ഇടവഴികളിലും പോലും അവിടുത്തെ പ്രത്യേക വാത്സല്യവും പരിഗണനയും അദ്ദേഹം തിരിച്ചറിയുന്നു. ട്രിച്ചി സെമിനാരിയിൽ മികച്ച ഒരു വിദ്യാർത്ഥിയായി പരിഗണിക്കപ്പെട്ട അദ്ദേഹത്തിന് തുടർന്ന് റോമിൽ പഠിക്കുവാനുള്ള അവസരവും ലഭിച്ചു. ഒരുപക്ഷെ താനൊരിക്കലും ആഗ്രഹിക്കാതെ, ആവശ്യപ്പെടാതെ ദൈവം പടിവാതിൽക്കൽ എത്തിച്ചു നൽകിയ അവസരങ്ങളിലൂടെ അദ്ദേഹം വളർന്നുകൊണ്ടിരുന്നു. 1965 ഒക്ടോബർ മാസം ഞാൻ റോമിലേക്ക് പോയി. അവിടെ ലോകത്തെമ്പാടും നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന പ്രൊപ്പഗാൻഡ ഫീദെ എന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ആഫ്രിക്കക്കാരും ഏഷ്യൻ രാജ്യക്കാരും അമേരിക്കയിൽ നിന്നുള്ളവരും ഓസ്ട്രേലിയൻസുള്ളവരും കാനഡയും ഇങ്ങനെ ലോകത്തെമ്പാടും നിന്നുള്ള മിഷൻ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള കുട്ടികളുടെ ഒരു കൂരയ്ക്ക് കീഴെ സൗഹൃദമായിട്ട് സുഹൃത്തുക്കളെ പോലെ കഴിയുന്ന ഒരു കോളേജായിരുന്നു അത്. അതും എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായിട്ട് സ്വാധീനിച്ച ഒരനുഭവമായിരുന്നു. ഈ വൈവിധ്യം നിറഞ്ഞ ആളുകളുമായിട്ട് ഒരു കൂരയ്ക്ക് താഴെ ഇപ്പം എല്ലാവരെയും സമഭാവനയോടെ കാണാനായിട്ട്, ഈ വ്യത്യാസങ്ങളെല്ലാം വിശാല മനസ്സോട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രൂപീകരണം ദൈവം എനിക്ക് തരുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പിന്നീട് ദൈവം എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അകന്ന ഒരുക്കമാണ് ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും എപ്പോഴും ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പം 4 വർഷം അവിടെ ഞാൻ തിയോളജി പഠിച്ചു. 4ാം വർഷം പതിവ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് മെയ് 3-ാം തീയതി തിരുപ്പട്ടം ലഭിച്ചു. തിരുപ്പട്ടം നൽകിയത് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ കർദിനാള് മാർ ജോസഫ് പാറേക്കാട് തിരുമേനിയാണ്. അദ്ദേഹത്തിന് കർദിനാൾ സ്ഥാനം ലഭിച്ച് ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് വേണ്ടി റോമിലെത്തുക. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സീറോ മലബാർ റീത്തിൽ തന്നെ തിരുപ്പട്ട സ്വീകരണം നടത്താനായിട്ടുള്ള പ്രത്യേക അനുവാദം വാങ്ങി. അന്ന് തിരുപ്പട്ടം എന്നോടൊപ്പം സ്വീകരിച്ച വേറെ 2 പേര് കൂടിയുണ്ട്. ഞാൻ അന്തരിച്ച അബ്രഹാം കാട്ടുമല, മറ്റൊരാൾ പാലാ രൂപതയിൽ നിന്നും കോട്ടയം സെമിനാരിയിൽ ദീർഘകാലം പ്രൊഫസറായി ജോലി ചെയ്ത് 25 വർഷം മുമ്പ് അന്തരിച്ച ഡോക്ടർ തോമസ് വെള്ളിലാംതടം. അങ്ങനെ ഞങ്ങൾ 3 വൈദികരാണ് അവിടെ സെമിനാരി ചാപ്പൽ, പ്രൊപ്പഗാൻഡ ഫീദെ എന്ന ആ സെമിനാരിയുടെ ചാപ്പലിൽ മെയ് 3-ാം തീയതി അഭിഷിക്തരായിട്ട്. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രം. ദൈവം ഈ ആയുസ് എനിക്ക് തന്നിരിക്കുന്നത് വലിയ ദാനമാണ്. അവരൊക്കെ പ്രഗത്ഭരായിരുന്നു. പക്ഷേ ദൈവം ഓരോ സമയത്ത് അവരുടെ ജോലി പൂർത്തിയാക്കി ദൈവം അവരെ വിളിച്ചു. എനിക്കിനിയും
ജോലി അവശേഷിപ്പിച്ചുകൊണ്ട് ദൈവം എനിക്ക് ശക്തിയും ഊർജവും എല്ലാം നൽകിക്കൊണ്ട് എന്നെ കാത്തു പരിപാലിക്കുന്നു. അങ്ങനെ ഈ പട്ടം കിട്ടുന്നവരെയുള്ള അനുഭവം പറഞ്ഞാൽ സൗജന്യമായിട്ട് ഒഴുകിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതം നമുക്ക് വ്യത്യസ്തങ്ങളായ ഏറെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഓരോ നിമിഷവും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ ചിത്രം ആ ജീവിതത്തിൽ മിഴിവാർന്നു നിൽക്കുന്നു. ദൈവം മെനഞ്ഞ ഓരോ ആത്മാവിനും അവിടുത്തെ കരം ബലം പകരുകയും പിടിച്ചു നടത്തുകയും ചെയ്യുന്നുവെന്ന തിരിച്ചറിവ് ഈ ജീവിതം നമുക്ക് പകർന്നു തരുന്നു. തുടർന്നുള്ള വഴികളിലും ദൈവമേറെ ഉപയോഗിച്ച ഈ വിശ്വസ്തനായ അഭിഷിക്തന്റെ ജീവിതാനുഭവങ്ങൾ തുടരുന്നു. ആ ജീവിതത്തിലൂടെ ദൈവം കൂടുതൽ മഹത്വപ്പെടുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. പൈങ്കുളത്തിൽ നിന്ന് ഈ രണ്ട് കൂട്ടരെ കമ്പൈൻ ചെയ്ത് എൻ്റെ ആദ്യത്തെ ദൈവവിളി ധ്യാനം നടത്തുക. അത് കഴിഞ്ഞ് അഭിപ്രായമൊക്കെ ചോദിച്ചു. നല്ല ധ്യാനമായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധ്യാനം നടത്താൻ എൻ്റെ ആദ്യ പരിശീലനം മുന്നറിയിപ്പൊന്നും കൂടാതെ എൻ്റെ ദൈവം എനിക്ക് അത് വിജയിപ്പിച്ചു. പിന്നെ ഒരു സവിശേഷത കൂടി ഓർക്കാൻ പാകത്തിന് ആ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു കുട്ടിയാണ് ഇപ്പോഴത്തെ ഗോതമൻ രൂപതാധ്യക്ഷൻ ജോർജ് മഴത്തിക്കണ്ടത്തിൽ. 1974 എൻ്റെ 5 വർഷത്തെ സേവനം പൂർത്തിയാക്കി പിന്നീട് അഡ്മിഷൻ്റെ സമയമായപ്പോൾ ഞാൻ റോമിലേക്ക് പോകുന്നത്. ഞാൻ പഠിക്കാൻ പോയത് ജെസ്യൂട്ട്സിൻ്റേതായ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ.